ആദ്യം ഞാൻ ആശാവർക്കർമാരുടെ പ്രതിനിധിയിലേക്ക് പോവുകയാണ്. MA ബിന്ദു ജനറൽ സെക്രട്ടറിയാണ്, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആശ, ഇപ്പോൾ നിങ്ങളുടെ സമരം 11ാം ദിവസമാണല്ലോ. ഇതൊരു മഹാസംഗമമായിരുന്നു ഇന്നത്തെ ദിവസം. ഇന്ന് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം കണ്ടല്ലോ. കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, അങ്ങ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുമ്പോൾ ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിതിനോട് ആദ്യ പ്രതികരണം നൽകാം. സമരം എവിടെ വേണമെങ്കിലും ചെയ്യാമല്ലോ, സംസ്ഥാനത്ത് ചെയ്തുകൂടെന്നില്ലല്ലോ. കേന്ദ്രത്തിൽ മിനിസ്റ്റർ സമരത്തിന് വേണമെങ്കിൽ ഞങ്ങൾ സമരവിരുദ്ധരല്ലല്ലോ, ഞങ്ങൾ സമരത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ടാണല്ലോ 11 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. മിനിസ്റ്റർ തയ്യാറാണെങ്കിൽ നമുക്ക് ആശമാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ഒരു സങ്കുചിതമായ ഒരു താല്പര്യങ്ങളുമില്ല. ഒന്നിച്ച് നിന്ന് സമരത്തിന് ഡൽഹിയിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ തയ്യാറാണ്. 10 ലക്ഷത്തോളം ആശാ വർക്കർമാരുണ്ട് ഈ രാജ്യത്ത്. എല്ലാവരും കൂടെ ഒന്നിച്ചിന്ന് ചോദിച്ചാൽ നമുക്ക് ഈ അവകാശങ്ങളല്ല, ഇൻസെൻറ്റീവ് 17 വർഷം മുമ്പ് വർദ്ധിപ്പിച്ച് അത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് എല്ലാ ആശമാരുടെയും അഭിപ്രായമാണ്. നമ്മളുടെ സംഘടന തന്നെ നിരവധി തവണ അത് പാർലമെൻറ്റ് മാർച്ചായിട്ടും നിവേദനങ്ങളായിട്ടും ഒക്കെ പല സമര രൂപത്തിലൊക്കെ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റ് പല സംഘടനകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതല്ലേ. ഈ ഇൻസെന്റീവ് വർധന യഥാർത്ഥത്തിൽ നടത്തേണ്ടത് കേന്ദ്രമാണല്ലോ ബിന്ദു. ഇപ്പോൾ ഇൻസെന്റീവ് വർധന നടത്തേണ്ടത് കേന്ദ്രമാണ്. ആ നിലയ്ക്ക് 3 കോടി കേന്ദ്രം തരേണ്ടതായിരുന്നു. ആ പൈസയടക്കം സംസ്ഥാനമാണ് ചെലവഴിച്ചിട്ടുള്ളതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇവിടെ ആശാവർക്കർമാർ പണിയെടുക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാന സർക്കാരാണ് ആശാവർക്കർമാരുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അത് കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല എങ്കിൽ ആശാവർക്കർമാർ പോയി കേന്ദ്രത്തിൽ പോയി വാങ്ങിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഇടപാടുകളാണ്. അത് ചോദിച്ചു വാങ്ങിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനകത്ത് ആശാവർക്കർമാർ പോയി ഈ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് നേട്ടമാണ് ഇവർക്കുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ സമരം ചെയ്യുമ്പോഴത്തേക്ക് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ പറയുന്നത് കഷ്ടമാണിത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു 7000 രൂപ ദിവസം 232 133 രൂപ കിട്ടുന്നത് അതൊന്ന് വർദ്ധിപ്പിച്ച് തരണമെന്നുള്ളപ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെ വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു ഇത്രയും ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്ക് ഒട്ടും യോജിച്ചതല്ല. അത് ഈ കേരള സമൂഹം അംഗീകരിക്കത്തില്ല. ഈ സമരത്തിന് കിട്ടുന്ന പിന്തുണയിൽ നിന്നും ഇതിനോടകം തന്നെ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ട ആളുകൾ ഈ സമരത്തിന് പിന്തുണയുണ്ട്. ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. എല്ലാ ആളുകളും നമ്മളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വില കുറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞ് സ്വയം തരം താഴാതിരിക്കുക എന്നുള്ളതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ബിന്ദു, ഇപ്പോൾ നിങ്ങളുടെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചു കൊണ്ടുള്ളൊരു തീരുമാനം, അതേ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തീരുമാനമായിട്ട് തന്നെയാണ് സർക്കാർ പറയുന്നത്. അപ്പോൾ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ഓണറേറിയം കൂട്ടുക എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ചെയ്ത ജോലിക്കുള്ള കൂലി കൊടുക്കുക അല്ലെ വേതനം കൊടുക്കുക എന്നുള്ളത് അത് സമരം ചെയ്ത് വാങ്ങിക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത്, തൊഴിലാളി സമരങ്ങളുടെ പേര് പറഞ്ഞ് ഇന്ന് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതൊരു ഗതികേടാണ്. പക്ഷേ നമ്മൾ ഈ ഓണറേറിയം കിട്ടിയതിൽ നമ്മുടെ സമരത്തിൻ്റെ വിജയമായിട്ട് കാണുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 11ാം തീയതി നമ്മൾ ഈ സമരം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഒരു ഗവൺമെൻറ് ഓർഡർ വന്നു. ഇന്ന് 20ാം തീയതി ആയപ്പോഴാണ് 3 ദിവസം മുമ്പ് നമ്മൾ ഇവിടെ ഇന്നത്തെ മഹാസംഗമം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓണറേറിയം റിലീസായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നു. എല്ലാ ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് 26,400 രൂപ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ചെല്ലുമെന്നാണ് ചില പത്രങ്ങളൊക്കെ എഴുതിയത്. ആശാവർക്കർമാർക്ക് ചില ആളുകൾക്ക്, വളരെ കുറച്ച് ആളുകൾക്ക് ഇന്ന് ഓണറേറിയം വന്നിട്ടുണ്ട്. അത് 13,200 ഇല്ല, 26,400 ഇല്ല, 6,300 കിട്ടിയവരുമുണ്ട്, 6,000 കിട്ടുന്നവരുമുണ്ട്, 7,000 തികച്ച് കിട്ടിയ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല. 7,000 തികച്ചു കിട്ടുന്ന മാസങ്ങൾ കുറവാണ് അല്ലേ ബിന്ദു? ഒരു ദിവസം 2 ദിവസം മറ്റേ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ 700 രൂപ കട്ട് ചെയ്യും. അത് എല്ലാവർക്കും അത് അനുഭവമാണ് അല്ലേ? കട്ട് ചെയ്യും.
അതെ, നമ്മുടെ കൂടെ ഈ സമരപ്പന്തലിൽ ഇപ്പോൾ ഇരിക്കുന്ന ആശമാർക്ക് പലർക്കും വന്നിട്ടുണ്ട്. അവർക്കാർക്കും ഫുൾ എമൗണ്ട് വന്നിട്ടില്ല. പിന്നെ ഈ 13,200 കണക്കൊക്കെ എല്ലാവരും കേട്ട് ഇപ്പോഴിട്ട് ചർച്ച ചെയ്താണല്ലോ. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഉയർത്തിയിരിക്കുന്ന, ഇതോടൊപ്പം തന്നെ ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക. ഇവിടെ ഇടതുപക്ഷ സംഘടന ഉൾപ്പെടെ ദേശീയ തലത്തിൽ അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ മിനിമം വേതനം ഒരു ദിവസം 700 രൂപയാണ്. അങ്ങനെ 21,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ. അപ്പോൾ 21,000 രൂപ ഒരു മിനിമം വേതനം തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ വിഷയത്തിൽ ഇതുവരെ ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 62 വയസ്സായ ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് 2022 മാർച്ച് 2 ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് പിൻവലിച്ചുകൊണ്ട് വിരമിക്കുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട, ഈ സമരവുമായി ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡാണ് പെൻഷൻ അനുവദിക്കുക. ഇത് നേടാതെ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇപ്പോൾ തന്നെ 63, 64 വയസ്സായ പല ആശമാരുമുണ്ട്. കാരണം ആശമാരെ നിയമിക്കുമ്പോൾ അവർ ആശമാരായിട്ട് ആ ജോലിക്ക് കയറുമ്പോൾ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം പണിയെടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നിബന്ധനയുണ്ടായില്ല വിരമിക്കലിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു വയസ്സ് അതിനു വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ ഈ 18-20 വർഷക്കാലം ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിന് വേണ്ടി പണിയെടുത്തവരെ വെറും കൈയോടെ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്? എന്താണ് ജീവിതത്തിനൊരു സുരക്ഷിതത്വം? വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, മാരക രോഗങ്ങൾ പിടിച്ചവരുണ്ട്, കടം വാങ്ങിച്ച കൊച്ചുങ്ങളെ കെട്ടിക്കാനും പഠിപ്പിക്കാനും വീട് വയ്ക്കാനും ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കടം വാങ്ങിച്ചവരുണ്ട്, ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവർ നാളെ പോയി ആത്മഹത്യ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ത് മര്യാദയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? അതുപോലെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.